ഇനി ഈ ഒരു ബന്ധത്തിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ഷോട്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എത്രത്തോളം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർ സീരിയസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ജെന്യൂനായിട്ട് തന്നെയാണ് കാണുന്നത്. ഫീലിങ്സ് നല്ല രീതിയിൽ അവർ കാണുന്നുണ്ട്. ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഒത്തിരി സ്നേഹം ഈ ഒരു വ്യക്തി മുഖേന നിങ്ങൾ അനുഭവിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു വ്യക്തി മുഖേന ഒത്തിരി സ്നേഹം, നിങ്ങൾക്ക് സപ്പോർട്ട്, കെയർ, ഒരു പാരൻസ് എങ്ങനെയായിരിക്കുമോ അതുപോലെ നിങ്ങളെ കെയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ കൂടുതലും സ്നേഹം ചില സമയത്തുള്ളിൽ ഒതുക്കുന്ന അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കേട്ടോ. സ്നേഹം ചില നേരത്ത് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കും, പക്ഷെ ഒത്തിരി സ്നേഹമാണ് നിങ്ങളടുത്ത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എത്രയൊക്കെ അവരുടെ ഇടയ്ക്കൊക്കെ അവരുടെ ഉള്ളിൽ നിങ്ങളെ അവർ സ്നേഹം കൺട്രോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഒരുപാട് സ്നേഹം നിങ്ങളടുത്ത് ഉണ്ട്. അത്ര തന്നെ ഒരു കരുതലുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് അത്രയും. കാരണം ഈ ഒരു കാർഡ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഒറ്റൊരാളെ അവർക്കുള്ളൂ, അത് നിങ്ങൾ തന്നെയാണ്. അവരുടെ ലോകം എന്ന് പറയുന്നത് ആ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസിൽ മനസ്സിലാവുന്നുണ്ട്. എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അവരുടെ.